problem the counterflow heat. അപ്പോൾ NTU മെത്തേഡിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. The counterflow heat exchanger is employed to cool 0.55 kilogram per second of oil from 115 degree Celsius to 40 degree Celsius. അപ്പോൾ കൂളിംഗ് നടക്കുന്നത് അതാണ്. അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡിനാണ് ഇവിടെ കൂളിംഗ് നടക്കുന്നത് അല്ലേ, ടെമ്പറേച്ചർ കുറയുന്നത് ഹോട്ട് ഫ്ലൂയിഡാണ്. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദി ഹോട്ട് ഫ്ലൂയിഡ് MH ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വന്നിട്ടുണ്ട് 0.55 kilogram per second, and the specific heat of the CPH is equal to 2.45 kilojoule per kilogram degree Celsius, and it is cooled from 115 degree Celsius to 40 degree Celsius. That is TH1 is equal to 115 degree Celsius and TH2 is equal to 40 degree Celsius by the use of water. അപ്പോൾ വാട്ടറാണ് അവിടുത്തെ കൂൾ ചെയ്യുന്ന ഫ്ലൂയിഡ്. ദാറ്റ് മീൻസ് കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ വാട്ടറാണ്. ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ കൂളിംഗ് വാട്ടർ ആർ 15 degree Celsius and 75. അപ്പോൾ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കൂളിംഗ് വാട്ടർ TC1 which is equal to 15 degree Celsius, and the outlet temperature TC2 is equal to 75 degree Celsius. The overall heat transfer coefficient is expected to be, that is U, capital letter U is equal to 1450 watt per meter square degree Celsius, and the heat transfer coefficient is expected to be using the NTU method. Calculate the following: mass flow rate of the water. That means we have to find the mass flow rate of the cold fluid, that is MC, and the effectiveness of the heat exchanger, that is epsilon, and the surface area required, that means we have to find A. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉപയോഗിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. സോ വി ഹാവ് ദ ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഫോർ ദ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ലൈക്ക് ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് റിലേഷൻസ് വിൽ ബി ലൈക്ക് TH1 എന്ന് പറയുന്നത് ഇവിടെ കയറുന്നു, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു ഡയറക്ഷനാണ് ഹീറ്റ് ഫ്ലോ നടക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി TH2 അറ്റ് എക്സിറ്റ്. സിൻസ് ദ ഫ്ലോ ഈസ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, the inlet temperature of the cold fluid should be marked here. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ കൂടി വരണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യേണ്ടത്. ഹിയർ ദ ടെമ്പറേച്ചർ ബിക്കംസ് TC2, ദാറ്റ് ഇസ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് TH1 തന്നിട്ടുണ്ട്, TC2 ഉണ്ട്, TH2 ഉണ്ട്, TC2 ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി അടുത്ത നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കേണ്ടത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദി വാട്ടർ ആണ്. മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദി വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഫസ്റ്റ് സംഭവത്തിന് മാസ് ഫ്ലോ റേറ്റ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ 2 ഇക്വേഷൻ 3 ഇക്വേഷൻസ് വെച്ചുള്ള പരിപാടിയാണ് NTU. അപ്പോൾ ആദ്യത്തെ 2 ഇക്വേഷൻസും പിന്നെ എന്താണ് NTU മെത്തേഡും കൂടെയാണ് നമ്മളവിടെ എടുക്കേണ്ടത്. Q is equal to എന്താണ് MH into CPH into the temperature difference of the hot fluid, that is TH1 minus TH2 is the first equation. And here we have MH, we have CPH. വാട്ടറിൻ്റെ CP നമുക്കറിയാമല്ലോ. അപ്പോൾ CPC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4.18 ആണെന്നറിയാം, കിലോ ജൂൾ പെർ, ബാക്കിയൊക്കെ അതില്ല, കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത് നമ്മൾ അറിയണമെന്നില്ല. പിന്നെ ബട്ട് TH1 തന്നിട്ടുണ്ട്, TH2 തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് Q വേർ MH ഈസ് ഈക്വൽ ടു 0.55 and CPH is equal to 2.45 and TH1 is actually equal to 115 degrees Celsius minus TH2 is equal to 40 degrees Celsius. കെൽവിനിലാക്കിയാലും മൈനസ് ചെയ്യുമ്പോൾ സെയിം ആൻസർ വരുന്നുണ്ട്, അതിനോട്ട് ആക്കണ്ട. അത് രണ്ടും കൂടെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു വാല്യൂ കിട്ടും. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.55 ഇൻറ്റു 2.45 ഇൻറ്റു 75 അല്ലേ? യെസ്, 75. ഓക്കെ, we have 101.06 watt എന്ന് കിട്ടും. ഓക്കെ, കിലോ ജൂൾ അല്ല, കിലോ വാട്ട്, കിലോ ജൂളിലല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു രീതി കിട്ടി. ഇനി CP കിലോ ജൂളാണ്. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നൗ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്താണ് ദ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദി വാട്ടർ, ദാറ്റ് ഈസ് MC. വി ഹാവ് ടു ഫൈൻഡ് MC. അപ്പോൾ ക്യൂവിന് വേറൊരു ഇക്വേഷൻ നമുക്കറിയാം, Q ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്നറിയാം, കോൾഡ് ഫ്ലൂയിഡിൻ്റെ കേസിൽ MC ഇൻറ്റു CPC ഇൻറ്റു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ദി കോൾഡ് ഫ്ലൂയിഡ്, ദറ്റ് ഈസ് ഫ്രം TC2 to TC2 minus TC1. This is the difference between the temperatures of cold fluid.
So we have Q that is equal to 101.06, which is equal to MC, which is unknown, into CPC, which is equal to 4.18. It is a constant. നമുക്ക് അറിയാവുന്ന സാധനമാണ്. TC2 TC1 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. We have 75 degrees Celsius minus 15 degrees Celsius. So we can find MC from this equation. ഇവിടെ നിന്ന് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് MC കിട്ടും. MCയുടെ വാല്യൂ 0.4 കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, എം സിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളായി. അപ്പോൾ ഇത്രയും സംഭവങ്ങളായി. അപ്പോൾ എം സി കിട്ടി. സെക്കൻഡ്, വി ഹാവ് ടു ഫൈൻഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവ്നെസ്സിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. എപ്സിലോൺ ഈസ് ഈക്വൽ ടു എന്താണ്, ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ടേംസ് ഓഫ് എന്താണ് കോൾഡ് ഫ്ലൂയിഡ് എഴുതുവാണെങ്കിൽ എം സി എന്താണ് സി പി സി ഇൻറ്റു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് TC2 മൈനസ് TC1 ഡിവൈഡഡ് ബൈ സി മിനിമം ഇൻറ്റു എന്താണ് TH1 മൈനസ് TC1. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത്. അല്ലെങ്കിൽ നമുക്ക് എയർ ഇക്വേഷൻ ഉപയോഗിക്കാം, ഓർ വിച്ച് ഈസ് ഈക്വൽ ടു MH ഇൻറ്റു CPH ഇൻറ്റു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് TH1 മൈനസ് TH2 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും, സി മിനിമം ഇൻറ്റു ഡിനോമിനേറ്റർ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, TH1 മൈനസ് TC1 തന്നെയാണ്. നമ്മൾ നേരത്തെ രണ്ട് വീഡിയോസിലായിട്ട് പഠിച്ച സാധനമാണ്. അപ്പോൾ ഇതിൽ എന്ത് വേണോ ഉപയോഗിക്കാം, ബട്ട് വി ഹാവ് ടു ഫൈൻഡ് സി മിനിമം, വിച്ച് ഈസ് സി മിനിമം. സി മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ്, സി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ക്യാപിറ്റൽ CH ഈസ് ഈക്വൽ ടു MH ഇൻറ്റു നമ്മൾ എന്ത് കണ്ടുപിടിച്ച് നോക്കണം, CPH കഴിയണം. MH എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 0.55. സോ we have the value of MH is equal to 0.55 into CPH. What is CPH? CPH എന്ന് പറയുന്ന ഹോട്ട് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.45 ആണ്. സോ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0.55 ഇൻറ്റു 2.55 into 2.45. So we have it is equal to 1.34 എന്ന് കിട്ടും. 1.34 കിലോ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന സാധനം, ദറ്റ് ഈസ് CH. Now we can find CC കണ്ടുപിടിച്ചാൽ നമ്മൾ കമ്പയർ ചെയ്ത് സി മിനിമം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം CC കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ CC കണ്ടുപിടിക്കുന്നതിന് വേണ്ടി MC ഇൻറ്റു എന്ത് ചെയ്ത് കൊടുത്താൽ മതി, CPC ചെയ്ത് കൊടുത്താൽ മതി. MC എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദി കോൾഡ് ഫ്ലൂയിഡ് വിച്ച് ഈസ് ഈക്വൽ ടു 0.4 into CPC, that is 4.18, which is equal to 0.4 into 4.18. So we have 1.672 kilojoule per degree Celsius. So comparing these two, CH and CC, we have CC is greater than എന്താണ് CH. So C minimum will be equal to CH ചെറുതായതുകൊണ്ട് CH C minimum ആയിട്ടും C maximum is equal to എന്തെന്ന് എടുക്കും, CC എന്ന് എടുക്കും. സോ C മിനിമത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, CHൻ്റെ വാല്യൂവിന് ഈക്വൽ ആണ്. CHൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്, 1.34 കിലോ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന സാധനമാണ് CH എന്ന് പറയുന്നത്. അപ്പോൾ സോ വി ഹാവ് ദ വാല്യൂ ഓഫ് CH, C മിനിമം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ വേണോ ഉപയോഗിക്കാം. ഇത് വെച്ചിട്ട് പിന്നെ ഏത് ചെയ്താലും സെയിം സാധനം, ഇത് രണ്ടും ഈക്വൽ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ എപ്സിലോൺ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ CH ഇൻറ്റു അറിയാമല്ലോ, MH ഇൻറ്റു CPH എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ CH ആണ്, ഇൻറ്റു TH1 മൈനസ് എന്താണ് TH2 ഡിവൈഡഡ് ബൈ എന്താണ് C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1. സോ CH ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്നുണ്ട്, 1.34 ഒന്നുണ്ട്. കാര്യം ഇത് രണ്ടും വെട്ടിപ്പോകും. ഇത് CH ഈസ് ഈക്വൽ ടു C മിനിമം ആയതുകൊണ്ടാണ്. ഇപ്പോൾ CC ആണ് C മിനിമം ആയത്, വെട്ടിപ്പോകത്തില്ല. ഇൻറ്റു TH1 മൈനസ് TH2, TH1 മൈനസ് TH2 എന്ന് പറയുമ്പം 115 മൈനസ് 40 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 115 മൈനസ് എന്താണ് 40 ഡിവൈഡഡ് ബൈ C മിനിമം. വാട്ട് ഈസ് C മിനിമം? C മിനിമം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്നറിയാം, 1.34 എന്ന് കണ്ടുപിടിച്ചു. C മിനിമം 1.34 ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ CC അതിനെക്കാട്ടി ചെറിയ വാല്യൂ വന്നിരുന്നെങ്കിൽ അത് എടുക്കേണ്ടി വരുന്നത്. എപ്പോഴും ഇത് ഒരുപോലെ വരുമെന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോകരുത്. TH1 മൈനസ് TC1, ദറ്റ് ഈസ് 115 മൈനസ് വാട്ട് ഈസ് TC1. TC1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ by calculating this we will get epsilon is equal to 0.75 or 75 degrees Celsius. So this is a addition. Now moving on, last one, the surface area required. We have to find the surface area required. For knowing the surface area,
since we are using the NTU method, LMTD ആയിരുന്നെങ്കിൽ Q is equal to UA theta m വെച്ചിട്ട് നമുക്ക് A സർഫസ് ഏരിയ കണ്ടുപിടിക്കാമായിരുന്നു. NTU method ആയതുകൊണ്ട് we have to use the equation for effectiveness in terms of NTU for the counter flow heat exchanger. So നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാ ബുക്ക് എടുത്ത് നോക്കിയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ ഡേറ്റാ ബുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. ഡേറ്റാ ബുക്കിൽ നമുക്ക് ഇവിടെ ആദ്യം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രാമത്തെ സ്ഥലമാണെന്നുണ്ട് 161 ആകുമ്പം അവിടുത്തെ ഇതിൽ നമുക്ക് എന്തുണ്ട് കൗണ്ടർ ഫ്ലോ ആണുള്ളത്. കൗണ്ടർ ഫ്ലോയുടെ കേസിൽ ഇവിടെ N എന്ന് ഉദ്ദേശിക്കുന്നതാണ് NTU, C എന്ന് ഉദ്ദേശിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം അതെടുത്ത് എഴുതി കഴിഞ്ഞാൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഫോർ കൗണ്ടർ ഫ്ലോ ഹീറ്റ് അത് നമ്മൾ എഴുതണം. ഫോർ എന്താണ് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, ഫോർ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ കേസിൽ വേണമെങ്കിൽ റെഫറൻസ് പേജൊക്കെ എഴുതാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് N എന്ന് പറയുന്നത് NTU ആണ്, മൈനസ് N ഇൻറ്റു 1 പ്ലസ് C. C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി റേഷ്യോ അല്ലേ, C മിനിമം ബൈ C മാക്സ് ഡിവൈഡഡ് ബൈ എന്താണ് 1 മൈനസ് C ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് എന്താണ് മൈനസ് N ഇൻറ്റു 1 മൈനസ് C എന്ന് പറയുന്നത്. ഇതിലാണ് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഇതിൽ Nൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, Nൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ട് തന്നിട്ടുണ്ട്. N എന്ന് പറയുന്നത് NTU ആണ്, വേർ N ഈസ് ഈക്വൽ ടു NTU വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് UA ബൈ തീറ്റ m. അവിടെ നിന്ന് അപ്പോൾ N കണ്ടുപിടിച്ചാൽ UA ബൈ C മിനിമം N കണ്ടുപിടിച്ചാൽ വി ക്യാൻ ഫൈൻഡ് എന്താണ് C മിനിമം C മിനിമം അല്ല ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വേർ C കപ്പാസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു C മിനിമം ഡിവൈഡഡ് ബൈ എന്താണ് C മിനിമം ഡിവൈഡഡ് ബൈ C മാക്സിമം. അതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് കപ്പാസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് NTU കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ഡയറക്റ്റ് NTU കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പം ഇവിടെ കുറേ ഡേറ്റാസ് കുറേ ചാർട്ടുകളും കാര്യങ്ങളും കിടപ്പുണ്ട്. ഇതിൽ അവിടെ എഫക്റ്റീവ്നെസ് ഓഫ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നും പറഞ്ഞ് പേജ് നമ്പർ ഈ പേജ് നമ്പർ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ഡേറ്റാ ബുക്കിൽ ഇവിടെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എഫക്റ്റീവ്നെസ് എപ്സിലോൺ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ NTU തന്നിട്ടുണ്ട്. NTU ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചാൽ NTUവിൽ നിന്നാണ് നമ്മൾ A കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, NTU കണ്ടുപിടിക്കാം. പക്ഷേ ഈ ഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. C ബൈ C മിനിമം കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ സപ്പോസ് C ബൈ C മിനിമം നമുക്ക് കിട്ടുന്ന 0.3 ആണ്. അപ്പോൾ അതാണ്ട് C ബൈ C മിനിമത്തിൻ്റെ വാല്യൂ 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ എഫക്റ്റീവ്നെസ്സിൻ്റെ പെർസെൻറ്റേജ് എഫക്റ്റീവ്നെസ് ഇവിടെ എത്രയാണ് കിട്ടിയേക്കുന്നത് 75, അതായത് 0.75 എന്ന് പറഞ്ഞാൽ 75%. അപ്പോൾ 75%ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ 0.3 ആണ് നമുക്ക് C മിനിമം കിട്ടുന്നതെങ്കിൽ ആ 0.3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 75% നമ്മൾ ഒരു അപ്പം 0.3 ആണെങ്കിൽ നമുക്ക് 75% വെച്ച് ഇങ്ങോട്ട് നോക്കിയാൽ 75% ആണ് എഫക്റ്റീവ്നെസ്. അതായത് ഇത് 75 എന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 0.3ൽ വന്ന് മുട്ടുന്ന ഏത് പോയിൻ്റാണോ ആ പോയിൻ്റ് എടുക്കുക. ആ പോയിൻ്റ് എടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് ഏരിയ താഴെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കറക്റ്റ് നമുക്ക് അവിടെ എന്ത് വായിച്ചെടുക്കാം 3 പോയിൻറ്റ് സംതിങ്. ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അത് എണ്ണി എടുത്താൽ മതി. 3.5 3.6 അത് NTU ഈസ് ഈക്വൽ ടു N ഈസ് ഈക്വൽ ടു 3.6 എന്ന് ഡയറക്റ്റ് കിട്ടും. ഇത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ കേസാണ്. തൊട്ടിപ്പുറത്ത് കൗണ്ടർ ഫ്ലോയുടെയും കിടപ്പുണ്ട്. അപ്പോൾ കൗണ്ടർ ഫ്ലോയുടെ ആണെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോയിൻറ്റ് നമുക്കിപ്പോൾ വേണ്ടത് ഇപ്പോൾ എത്രയാണ് C ഈസ് ഈക്വൽ ടു C മിനിമം ബൈ C മാക്സ് നമ്മൾ ചെയ്യുമെന്ന് നോക്കാം. C ഈസ് ഈക്വൽ ടു C മിനിമം ഡിവൈഡഡ് ബൈ എന്താണ് C മാക്സ് വിച്ച് ഈസ് ഈക്വൽ ടു C മിനിമം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് C മിനിമം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു C മിനിമം CH ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 1.34 ഡിവൈഡഡ് ബൈ C മാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.672 വിച്ച് ഈസ് ഈക്വൽ ടു 1.34 ഡിവൈഡഡ് ബൈ ഇത് കഴിയുമ്പോഴത്തേക്ക് 0.8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ C എന്ന് പറയുന്ന 0.8 എന്നറിയാം, എപ്സിലോൺ ഈസ് ഈക്വൽ ടു 0.75 എന്നറിയാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 0.75 നോക്കിയിട്ട് അവിടെ 0.75 അപ്പം 0.7 ഇതാണ് അല്ലേ 70%. ഇത് പെർസെൻറ്റേജിലാണ് വന്നിരിക്കുന്നത് എഫക്റ്റീവ്നെസ്. അപ്പോൾ 70% ഉണ്ട്, 71%, 72%, 73%, 75%. ഓക്കെ, ഇതിൻ്റെ നടുക്കായിട്ട് വരും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു എന്ത് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇത് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ പെൻസിലൂടെ വെച്ചിട്ട് അറിഞ്ഞുകൊണ്ട് പോയി ഒരു ഇത് ഇവിടെ വെച്ചിട്ട് വരച്ചുകൊണ്ട് നോക്കി ഏതാണ്ട് ഈ സാധനം ഇങ്ങോട്ട് വരച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ എഫക്റ്റ് C എന്ന് പറയുന്നത് C മിനിമം ബൈ C മാക്സ് അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. C മിനിമം ബൈ C മാക്സ് എന്ന് പറഞ്ഞാൽ 0.8. അപ്പോൾ 0.8ൻ്റെത് ഏതാണ്ട് ഇതാണ്, ഈ ഒരു ലൈനാണ്. അപ്പം ഈ ഞാൻ വരച്ച സാധനം ഈ ഒരു കർവിൽ വന്ന് എവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കുക. അതാണ്ട് ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ 0.75 ഇങ്ങോട്ട് വരച്ചപ്പോഴത്തേക്ക് ഇവിടെ മീറ്റ് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് കറസ്പോണ്ടിങ് താഴേക്ക് നോക്കിയാൽ മതി 2 പോയിന്റ് സംതിങ് വരും. അതായത് 2.7 2.8 നമുക്ക് ഡയറക്റ്റ് ഫ്രം ഡേറ്റ ബുക്ക് നമുക്ക് NTU n ഈസ് ഈക്വൽ ടു എത്രയാണ് 2.56 ആണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആക്യുറേറ്റ് എഴുതാനൊന്നുമില്ല. 2.6 നമുക്ക് ഇതെന്താണ് ഫ്രം ഡേറ്റ ബുക്ക് എന്നും പറഞ്ഞ് നമുക്ക് എഴുതാം. ഇതൊരു മെത്തേഡാണ്. അഥവാ നമ്മൾ നോക്കുന്ന സാധനം ഇതിലില്ലെങ്കിലോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, n ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ചെയ്യണം. ഇവിടെ എന്നെ അറിയാമെങ്കിൽ n ഈസ് ഈക്വൽ ടു UA തീറ്റ m എന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, U ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് A ഈക്വൽ ടു എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. U തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്, C മിനിമം ഉണ്ട്, U ഇല്ലേ ഉണ്ട്. അപ്പം അതിന് പകരം ഈ ഒരു കാര്യം കൂടെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സപ്പോസ് നമുക്ക് അതങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി ചെയ്യുവാണെങ്കിൽ എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ NTU കണ്ടുപിടിക്കുന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു ടേം എന്ന് പറയുന്നത് നമ്മൾ എന്താവണം, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറണം. അപ്പോൾ എക്സ്പൊണൻഷ്യൽ രണ്ട് സ്ഥലത്ത് ഒരു സൈഡിലേക്ക് മാറുന്നതിന് വേണ്ടി ഞാൻ ഇതിനെ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ ഇൻറ്റു മൈനസ് എപ്സിലോൺ ഇൻറ്റു C കപ്പാസിറ്റി റേഷ്യോ C ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് നമ്മൾ ഡെറിവേഷൻ പറഞ്ഞപ്പോൾ ഇത് C ക്യാപിറ്റൽ R എന്നാണ് പഠിച്ചത്. ഞാൻ അവിടെ പറഞ്ഞായിരുന്നു ഒന്നുകിൽ C ഉപയോഗിക്കുക, ഡേറ്റ ബുക്കിൽ C ഉള്ളതുകൊണ്ടാണ് അത് തന്നെ ഇട്ട് ചെയ്തത്. എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് n ഇൻറ്റു എന്താണ് 1 മൈനസ് C വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്തുണ്ട് 1 മൈനസ് എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് n ഇൻറ്റു എന്താണ് 1 മൈനസ് C. ഓക്കെ. ഇനി ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ഇവിടെ ഈ ഒരു സാധനം ഈ ഒരു സംഭവം കൂടെ അപ്പുറത്ത് കൊണ്ടുപോകാം, ഈ ഒന്നിങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇപ്പോൾ എപ്സിലോൺ മൈനസ് ഉണ്ടെന്നാവും. ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഓഫ് എന്താണ് മൈനസ് n 1 മൈനസ് C ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് എപ്സിലോൺ ഇൻറ്റു C ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് എന്താണ് മൈനസ് n 1 മൈനസ് C. ഓക്കെ, വി ഹാവ് ദാറ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ നിന്ന് എപ്സിലോൺ മൈനസ് 1 എന്ന് പറയുന്ന സാധനം ഇവിടെ ഇട്ടു വിച്ച് ഈസ് ഈക്വൽ ടു ഇനി ഈ എക്സ്പൊണൻഷ്യൽ ഓഫ് ഈ ഒരു സാധനം കോമൺ ആയിട്ട് എടുക്കുക, ഈ രണ്ടെന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഓഫ് എന്ത് കോമൺ ആയിട്ട് എടുക്കുന്നു മൈനസ് n ഇൻറ്റു 1 മൈനസ് C എന്ന് പറയുന്ന ടേം കോമൺ എടുത്താൽ ഇവിടെ ഒരു ടേം കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു മൈനസ് 1 വരും. പ്ലസ് ഇവിടെ നിന്ന് ഈ ഇത്രയും സാധനം കോമൺ ആയിട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ എപ്സിലോൺ ഇൻറ്റു എന്ത് വരും C എന്ന് പറയുന്ന ഒരു ടേം വരും. അപ്പോൾ ഇത് ഡിനോമിനേറ്റർ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക, അതായത് എപ്സിലോൺ മൈനസ് 1 ഡിവൈഡ് ബൈ ഇത് താഴെ വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടും എപ്സിലോൺ ഇൻറ്റു C മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എക്സ്പൊണൻഷ്യൽ ഓഫ് എന്താണ് മൈനസ് n ഇൻറ്റു 1 മൈനസ് C എന്ന് കിട്ടും. ഇനി ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ റേസ് ടു എടുത്ത് നമുക്ക് ഫൈനൽ വാല്യൂ എന്ത് ചെയ്യാനായിട്ട് പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മളിപ്പം ഈ റേസ് ടു കളയണമെങ്കിൽ നമുക്ക് ഈ റേസ് ടു എടുത്തുനിന്ന് ഈ റേസ് ടു കളയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലോഗ് എടുക്കും. ഇതിലെല്ലാ വാല്യൂസും ഉണ്ട്. എപ്സിലോൺ മൈനസ് 1 നോക്കി, എപ്സിലോൺ എത്രയാണ് 0.75 മൈനസ് 1 ഡിവൈഡ് ബൈ എപ്സിലോൺ ഇൻറ്റു C. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 0.75 ഇൻറ്റു C. വാട്ട് ഈസ് C? C ഈസ് ഈക്വൽ ടു 0.8 മൈനസ് എന്തുകൊണ്ട് 1 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു വാല്യൂ ആയി വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് n. വാട്ട് ഈസ് മൈനസ് n ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു 1 മൈനസ് C. C എന്ന് പറയുന്നത് എത്രയാണ്? C ഈസ് ഈക്വൽ ടു 0.8 എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വാല്യൂസ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 0.632 എന്നാണ് കിട്ടുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ ഓഫ് എന്ത് കിട്ടും മൈനസ് 1 മൈനസ് 0.8 എന്ത് കിട്ടും 0.2 അല്ലേ, 0.2 n എന്ന് കിട്ടും അല്ലേ, 0.2 n. ഓക്കെ, അപ്പോൾ 0.2 n എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇത് ലോഗ് എടുക്കുമ്പോഴത്തേക്ക് രണ്ട് സ്ഥലത്ത് ലോഗ് എടുക്കുമ്പോൾ ലോഗ് ഓഫ് പോയിൻറ്റ് എല്ലാം ലോഗാണ് 632 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എക്സ്പൊണൻഷ്യൽ അങ്ങ് പോവും എന്ത് കിട്ടും മൈനസ് 0.2 n എന്ന് കിട്ടും. അപ്പോൾ ഈ n എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലോഗ് മൈനസ് കളയാം, ലോഗ് 0.632 ഡിവൈഡ് ബൈ 0.2 ചെയ്യാം. അപ്പോൾ 0.2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു വാല്യൂ കിട്ടും 2 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണോ അത് എഴുതുക 2.36. അപ്പോൾ ഞാൻ 2.6 എന്ന് എഴുതിയത് ഞാൻ നേരത്തെ വരച്ച ഒരു ലൈൻ ചിലപ്പോൾ അങ്ങോട്ടും കൂടെ മാറിയുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, NTU n കണ്ടുപിടിക്കാം. അപ്പോൾ n ഈക്വൽ ടു NTU ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നറിയാം UA ബൈ C മിനിമം ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നറിയാം 2.365 എന്നറിയാം. ഇവിടെ നിന്ന് നമുക്ക് A കണ്ടുപിടിക്കാൻ 2.365 ഇൻറ്റു C മിനിമം
ഡിവൈഡഡ് ബൈ യു നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമില്ല. സി മിനിമം മൾട്ടിപ്ലൈ ചെയ്ത് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് കിട്ടും 2.197 മീറ്റർ സ്ക്വയർ. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന് കാര്യം ഇതാണ്. നമുക്കിതൊരു വെറൈറ്റി ആയിട്ടുള്ളൂ. പക്ഷേ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സംഭവം നമുക്ക് കിട്ടുമെങ്കിൽ, ഡേറ്റാ ബുക്കിൽ നിന്ന് കിട്ടുമെങ്കിൽ, ഈ ഒരു സാധനം അവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്, ആലോചിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് എന്ത് ചെയ്ത് നോക്കുക, ചെയ്തു നോക്കുക, പ്രോബ്ലം ആൻസർ ഇത് തന്നെ കിട്ടുന്നു നോക്കുക. ഇപ്പോൾ എത്ര സമയമായി? 20 മിനിറ്റായി. 20 മിനിറ്റ് ആയതുകൊണ്ട് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത്തിരി അല്പം വലുതാണോ അത്? നോക്കട്ടെ. അപ്പോൾ അതും കൂടെ അങ്ങ് പഠിക്കാം, അതും കൂടെ അങ്ങ് നോക്കാം. എന്തായാലും തുരിഞ്ഞിറങ്ങിയതല്ലേ. എ കെമിക്കൽ, അടുത്തൊരു വീഡിയോയിലേക്ക് ഇത്തിരി സമയമെടുക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എ കെമിക്കൽ ഹാവിങ് സ്പെസിഫിക് ഹീറ്റ് at of 3.5 കിലോജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ ഒരു കെമിക്കൽ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് 3.5 കിലോജൂൾ പെർ കിലോഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫ്ലോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് 20,000 kilojule per hour, enters a parallel flow heat exchanger at 120 degrees Celsius. സോ അത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കയറുന്നു. അത് ഹോട്ടാണോ കോൾഡ് ആണോ എന്ന് ഇപ്പോഴേ നമുക്ക് കിട്ടിയിട്ടില്ല. ദ ഫ്ലോ റേറ്റ് ഓഫ് കൂളിംഗ് വാട്ടർ ഈസ്, അപ്പോൾ കെമിക്കൽ കയറുന്നു, കൂളിംഗ് വാട്ടറാണ് ഇത്. കൂളിംഗ് വാട്ടർ എന്ന് പറയുന്നത് ഇതിനെ ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് പോകുന്ന സാധനമാണ്. അബ്സോർബ് ചെയ്ത് പോകേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന സാധനമാണ്. അപ്പോൾ കൂളിംഗ് വാട്ടർ അവിടുത്തെ കോൾഡ് ഫ്ലൂയിഡാണ്. വിത്ത് ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ്. ദ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ ഈസ് ഇത് തന്നിട്ടുണ്ട്, ദ ഓവറാൾ ഹീറ്റ്. അപ്പോൾ നമുക്ക് ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും തമ്മിലുള്ള വ്യത്യാസം പിടികിട്ടി. സോ നമുക്ക് ഇതെന്ന് പറയുന്നത്, നമ്മുടെ കെമിക്കൽ എന്ന് പറയുന്നത് അത് ഹോട്ട് ഫ്ലൂയിഡ് ആയിരിക്കും, നമ്മുടെ കൂളിംഗ് വാട്ടർ എന്ന് പറയുന്നത് കോൾഡ് ഫ്ലൂയിഡായിട്ടും നമുക്കവിടെ എടുക്കാനായിട്ട് പറ്റും. സോ 3.5 കിലോജൂൾ പെർ കിലോഗ്രാം സ്പെസിഫിക് ഹീറ്റ് തന്നിരിക്കുന്നത് നമ്മുടെ എന്തിൻ്റെയാണ്, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ CpH ഈസ് ഈക്വൽ ടു 3.5 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നുള്ള സാധനം ഞാൻ ആദ്യമേ ഇവിടെ 3.5 അല്ല കേട്ടോ, 3.3 ആണ്. അപ്പോൾ 3.3 എന്ന് പറഞ്ഞെടുത്തു. ഫ്ലോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് 20,000 കിലോഗ്രാം. അപ്പോൾ MH മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ ഹോട്ട് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു 20,000 കിലോഗ്രാം പെർ അവർ. ഈ അവറിനെ പെർ സെക്കൻഡ് ആക്കണ്ടേ. ഇപ്പോൾ 20,000-നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, 3,600 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ വാല്യൂ 5.56 കിലോഗ്രാം പെർ എന്ത് കിട്ടും, സെക്കൻഡ്സ് എന്ന് കിട്ടും, സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അതൊരു പാരലൽ ഫ്ലോ അറേഞ്ച്മെൻ്റ് ആണെന്നുള്ള അറിയാം. ഇത് എൻ്റർ ചെയ്യുന്നത് 120 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ TH1 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 120 degree Celsius. Now the flow rate of the cooling water is 50,000. അപ്പോൾ ഫ്ലോ റേറ്റ് ഓഫ് ദി കൂളിംഗ് വാട്ടർ MC എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ 50,000-നെ ഡിവൈഡഡ് ബൈ 3,600 ചെയ്താൽ അത്രയും കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 13.6 കിലോഗ്രാം പെർ സെക്കൻഡ് എന്നാണ് ടെസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ നോക്കി എഴുതുന്നതാണ്, തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളാം. 13.6 അല്ല കേട്ടോ, 13.89 കണ്ടോ, ഇങ്ങനെയൊക്കെ വേരിയേഷൻസ് വരും. 89 ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിയും കൂടെ നമുക്ക് എഴുതാം. വാട്ടറിൻ്റെ ആണെങ്കിൽ 4.18 കിലോജൂൾ പെർ എന്താണ് കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള സാധനവും നമുക്ക് അവിടെ ഡിഗ്രി സെൽഷ്യസോ കെൽവിനോ എന്തോ എഴുതിയാലും മതി. കെൽവിൻ എഴുതിയാലും മതി. Now the flow rate of cooling water തന്നിട്ടുണ്ട്, the initial temperature. അപ്പോൾ TC1 is equal to എത്രയാണ്, 20 ഡിഗ്രി സെൽഷ്യസ് നമുക്കുണ്ട്. The heat transfer area is തന്നിട്ടുണ്ട്, area is equal to 10 meter square എന്ന് പറഞ്ഞിട്ടുണ്ട്. And the overall heat transfer coefficient U, capital letter U is equal to 1050 watts per meter square Kelvin. ഓക്കെ, ഇത് കെൽവിൻ എന്ന് തന്നെ എഴുതാം. ഡിഗ്രി സെൽഷ്യസ് ഏതായാലും പ്രശ്നമൊന്നുമില്ല, രണ്ടും ഒരു വാല്യൂ ആയിരിക്കും. വാട്ടറിൻ്റെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഫോർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. നമുക്ക് എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കണം, ദ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ ആൻഡ് കെമിക്കൽ. ഈ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പാരലൽ ഫ്ലോ അറേഞ്ച്മെൻറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ ഒരു ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് ഡയഗ്രം എന്ന് പറയുന്നത് മസ്റ്റാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് ഡയഗ്രം വരയ്ക്കുമ്പോൾ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇവിടെ TH1 കയറുന്നു, ഇങ്ങോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കും. ഹോട്ട് ഫ്ലൂയിഡിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എ കെമിക്കൽ ഹിയർ, കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്.
ഇവിടെ ഹോട്ട് ഫ്ലൂയിഡ്. കോൾഡ് ഫ്ലൂയിഡ് ഇവിടെ തന്നെയാണ് കയറുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TC2 ആയിട്ട് മാറും. സോ വി ഹാവ് ദറ്റ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നൗ അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. എഫക്റ്റീവ്നെസ് ഓഫ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ taking the equation from the data book. ഡേറ്റാ ബുക്കിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ എടുത്തിട്ട് നമ്മളത് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ പേജ് എടുത്തു 161 ആണ്. ഞാൻ ഇൻഡെക്സ് നോക്കി അറിയാൻ പറ്റും. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എഫക്റ്റീവ്നെസ് ഫോർ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ വി ഹാവ് ദ എഫക്റ്റീവ്നെസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് എന്താണ് മൈനസ് n ഇൻറ്റു എന്താണ് 1 പ്ലസ് സി ദ ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്തുണ്ട് 1 പ്ലസ് സി എന്നുണ്ട്. Here we have n is equal to എന്താണെന്നറിയാം, n is equal to NTU which is UA by C minimum and C is equal to C minimum divided by C maximum. സോ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിച്ച് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പാടേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് UA തീറ്റ C മിനിമം, യു നമുക്ക് ഇവിടെ ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ നേരത്തെ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ വീണ്ടും ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ളതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഏരിയ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് C മിനിമം. സോ ഫൈൻഡിങ് C മിനിമം വി ഹാവ് ടു കാൽക്കുലേറ്റ് CH ആൻഡ് CC. CH ഈസ് ഈക്വൽ ടു MH into CPH which is equal to MH എന്ന് പറയുന്നത് 5.56 into CPH which is equal to 3.3. So CH is equal to okay, the value 18.35. What is CC? CC is equal to MC into CPC. So MC is equal to 13.8 into CPC is equal to 4.18. So we have CC is equal to 58.14. By comparing CH and CC, we have CH is less than CC. So here CH is actually less than CC. So C minimum should be equal to CH, which is equal to C minimum in the value എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കും 18.35 and C maximum is equal to CC which is equal to 58.14. So we have two values for CH and CC. Sorry, C minimum. We have the values of C minimum and CH. C minimum and CH and C minimum and C max. ഇനി നമുക്ക് സി അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സി മിനിമം ബൈ സി മാക്സ് ചെയ്താൽ മതി. സി മിനിമം എന്ന് പറഞ്ഞാൽ 18.35 ഡിവൈഡഡ് ബൈ സി മാക്സ് എന്ന് പറയുന്നത് 58.14 ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു സി മിനിമത്തിൻ്റെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചോട്ടെ 0.316 and NTU n കണ്ടുപിടിക്കുക. NTU n is equal to U into A. U എന്ന് പറയുന്നത് എത്രയാണ് 1050 വാട്ടിലാണ്. ഇൻറ്റു A എന്ന് പറയുന്നത് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ 10 ഡിവൈഡഡ് ബൈ സി മിനിമം. അപ്പം സി മിനിമം എന്ന് പറയുന്ന സാധനം നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കിലോ ജൂളിലല്ലേ, CPH കിലോ ജൂളിൽ. അപ്പോൾ ഈ കിട്ടുന്ന സാധനം കിലോ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ കിട്ടുന്നതും കിലോ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ കിട്ടുന്നതും കിലോ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് ഓർ കിലോ ജൂൾ പെർ കെൽവിൻ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കിലോ ജൂളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയരുത്. കാര്യം നമുക്ക് വേണ്ടത് NTU നമ്മൾ ജൂളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം സി മിനിമം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 18, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ അത് ചെയ്തില്ലായിരുന്നു. അവിടെ 10⁻² ചെയ്തില്ലേ? അത് ചെയ്തോളണം കേട്ടോ. 10⁻3. അതായത് നമ്മളിവിടെ കിലോ ജൂളിൽ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാട്ടോ എന്ന് ആലോചിച്ചില്ല. സി മിനിമം എന്ന് പറയുന്നത് ഇവിടെ എന്തിലാണ് കിടക്കുന്നത്, ഇറ്റ് ഈസ് ഇൻ കിലോ ജൂൾ. സോ വെൻ യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു ജൂൾ. അതായത് 10⁻3 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളണം. യുവിൻ്റെ കേസിലല്ലോ സി മിനിമത്തിൽ. ഓക്കെ, അത് ആലോചിച്ചോളണം. അപ്പോൾ നമ്മളവിടെ വേറെ സ്ഥലത്തൊന്നും അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സി എടുത്ത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സി എടുത്ത് അവിടെ ചെയ്യുന്നില്ല, അതുകൊണ്ട് വിട്ടുപോയത്. അപ്പോൾ ഇവിടെയും ആലോചിച്ചോളുക. 10⁻3 മൾട്ടിപ്ലിക്കേഷൻ വിട്ടുപോകരുത്, അല്ലെങ്കിൽ വാല്യൂ മാറിപ്പോവും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ അല്ലെങ്കിൽ NTUവിൻ്റെ വാല്യൂ n ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 0.572. വി ഹാവ് n. Now we can substitute the value in this equation of effectiveness or epsilon is equal to 1 minus exponential of exponential അടിക്കാൻ അറിയാമല്ലോ, പറയാം. 1 minus of n എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.572
ഇൻറ്റു 1 പ്ലസ് സി. സി എന്ന് പറഞ്ഞാൽ എത്ര? 0.316 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സി വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആദ്യം എക്സ്പോണൻഷ്യൽ ഓഫ് എന്താണ് ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കുക. ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിലുള്ള ഇത് 1.316 കിട്ടും. ഇതിൻ്റെ ഇത് കൊടുത്താൽ മതി. ഇത് 0.572 ഇൻറ്റു ഇതിനകത്ത് കിട്ടുന്ന 1.316 അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് പോയിൻ്റ് എത്ര കിട്ടും? 75 എന്ന് കിട്ടും. സോ ഡിവൈഡ് ബൈ എന്താണ് 1 പ്ലസ് സി എന്ന് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു ഈ സാധനം എന്ന് പറഞ്ഞാൽ റേസ് ടു ആണ്. അതായത് നമുക്കിവിടെ എവിടെ കിടക്കണ്ടേ റേസ് ടു ഷിഫ്റ്റ് റേസ് ടു ഈ ഒരു ആൻസർ റേസ് ടു മൈനസ് ഓഫ് ദാറ്റ് ആൻസർ അല്ലേ? റേസ് ടു മൈനസ് ഓഫ് ദാറ്റ് ആൻസർ. അപ്പോൾ അതിന് വാല്യൂ ഉണ്ടാവും. അതായത് 1 മൈനസ് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കിക്കോളുക. 0.47 ഡിവൈഡ് ബൈ 1 പ്ലസ് എന്താണ് സി. സി എന്ന് പറഞ്ഞാൽ എത്ര? 0.316. സോ വി ഹാവ് 1 മൈനസ് ആൻസർ. അതായത് ഇത് ഡിവൈഡ് ബൈ 1.316 വിച്ച് ഈസ് ഈക്വൽ ടു 0.402 എന്ന് പറയാം. 0.402 നെഗറ്റീവ് നോക്കട്ടെ. അപ്പോൾ ഇതാണ് അവിടുത്തെ എഫക്റ്റീവ്നെസ്. 40% നമുക്ക് പറയാം. എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ച് 40%. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ നമ്മളെ എഫക്റ്റീവ്നെസ്സിൻ്റെ കാര്യം അവിടെ സോൾവ് ആയി. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ആൻഡ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ TH2 TC2 കണ്ടുപിടിക്കുക. എഫക്റ്റീവ്നെസ് ഉണ്ടെങ്കിൽ 2 ഇക്വേഷൻസ് മതി. ഏതൊക്കെ ഇക്വേഷൻസ് ആണ്? എഫക്റ്റീവ്നെസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു CH ഇൻറ്റു TH1 മൈനസ് എന്താണ് TH2 ഡിവൈഡ് ബൈ എന്ത് കിട്ടും? C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1 അല്ലേ? മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ വെച്ചിട്ട് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട TH2 മാത്രമല്ലേ? TH2 നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇതെങ്കിലും പുറത്ത് പോകും, ഇതെങ്കിലും താഴെ വരും. അപ്പോൾ എന്താണ് എപ്സിലോൺ ഇൻറ്റു C മിനിമം ഇൻറ്റു എന്താണ് TH1 മൈനസ് TC1. ഇതെങ്കിൽ മോളിൽ പോയി CH ഇങ്ങ് ഡിനോമിനേറ്റർ വന്നു വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? TH1 നമ്മൾ ഡെറിവേഷനിലും പറഞ്ഞ സെയിം എക്സ്പ്രഷൻ തന്നെയാണ് TH2. വി ഹാവ് ടു ഫൈൻഡ് TH2. അപ്പോൾ TH2 ഇങ്ങ് ഇപ്പുറത്ത് പോവുക, ഇതങ്ങ് അപ്പുറത്തുണ്ട് വരാം. സോ വി ഹാവ് ദ ഇക്വേഷൻ ഫോർ TH2. TH2 ഈസ് ഈക്വൽ ടു TH2 ഇപ്പുറത്ത് വന്നു, അപ്പുറത്ത് TH1 ഉണ്ട്, മൈനസ് ഈ വാല്യൂ എപ്സിലോൺ ഇൻറ്റു C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1 ഡിവൈഡഡ് ബൈ അതിന് മാത്രം ഡിവൈഡഡ് ബൈ കൊടുക്കുക, CH കൊടുക്കുക. ഇപ്പോൾ CH കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ആലോചിച്ചോളണം, അത് ജൂളിലായിരിക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ മോളിൽ കിലോ ജൂളിൽ കിടക്കുന്നതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ കറക്റ്റ് ആൻസർ ചെയ്യാൻ കിട്ടും. കിലോ ജൂളിൽ തന്നെ മുകളിലും താഴെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. കാര്യം 10⁻³ മുകളിലും 10⁻³ താഴെയും ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ TH1 എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയും തന്നിട്ടുണ്ട്? 120 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. ഡിഗ്രി സെൽഷ്യസ് കൊടുത്താൽ ഡിഗ്രി സെൽഷ്യസ് തന്നെ ആൻസർ കിട്ടും. എപ്സിലോൺ എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്നറിയാം? 0.402 എന്നറിയാം. ഇൻറ്റു TH1 എന്ന് പറയുന്നത് എത്രയെന്നറിയാം? TH1 ഈസ് ഈക്വൽ ടു 120 മൈനസ് TC1 എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്നറിയാം? അപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. നമുക്ക് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചേഴ്സ് വേണമെന്നില്ല ഇവിടെ. CH എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണെന്നറിയാം? CH ഈസ് ഈക്വൽ ടു 18.35. C മിനിമം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. C മിനിമം കൂടെ മൾട്ടിപ്പിൾ ആണ്. C മിനിമം എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 18.35. ഇവിടെ രണ്ട് സ്ഥലത്തും 10⁻³ മുകളിലും താഴെയും വരും. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോവും. 10⁻³ ഇൻറ്റു 10⁻³ ഇവിടെ മുകളിലും ഒരു 10 ഇൻറ്റു 10⁻³ വരും. അപ്പോൾ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കിട്ടുന്ന ആൻസർ TH2ൻ്റെ ആൻസർ മാത്രം ഞാൻ എഴുതാം. 79.8 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഇനി അതേപോലെ TH1 കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? TH1 ഞാൻ ഇവിടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത പേജിൽ പുതിയൊരു സാധനം തുടങ്ങാമല്ലോ. TH1ൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ CC ഇൻറ്റു TH1 അല്ല TC2 മൈനസ് TC1 ഡിവൈഡ് ബൈ എന്താണ് C മിനിമം ഇൻറ്റു നമ്മൾ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്, നേരത്തെ എഴുതിയിട്ടുണ്ട്. TH1 മൈനസ് TC1. ഇത് പുതിയ സാധനമല്ല. ഇവിടെ നിന്ന് TC2 കണ്ടുപിടിക്കാൻ ഇതെങ്കിൽ മുകളിൽ കൊണ്ടുപോകാം. അപ്പോൾ എപ്സിലോൺ ഇൻറ്റു C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1 കിട്ടും. ഈ CC ഇങ്ങ് ഡിനോമിനേറ്റർ വരും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തെന്ന് വരും? TC2 മൈനസ് TC1 മാത്രം വരും. ഈ മൈനസ് TC1 ഇങ്ങ് ഇപ്പുറത്ത് പോയാൽ എപ്സിലോൺ ഇൻറ്റു C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1 ഡിവൈഡ് ബൈ CC. ഈ മൈനസ് TC1 ഇപ്പുറത്ത് വന്നാൽ പ്ലസ് TC1 ഈസ് ഈക്വൽ ടു TC2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. അപ്പോൾ TC2ൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 32.7 ഡിഗ്രി സെൽഷ്യസ്. സോ ഈ രണ്ട് വാല്യൂസും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി അതും കൂടെ ഇനി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഭയങ്കര ലെന്തായിപ്പോവും. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ രണ്ട് ടിപ്പിക്കൽ പ്രോബ്ലംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയാസ് പാരലൽ ഫ്ലോയിലും കൗണ്ടർ ഫ്ലോയിലും നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇക്വേഷൻസ് ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്നുള്ളത് ചോദിക്കും, കിട്ടുക എന്നുള്ളതാണ് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ഒരു സംഭവം
നോക്കിയിരിക്കുക. ഇനി നമ്മൾ N2-ൽ അധികമായിട്ട് ചവിട്ടി തേക്കുന്നില്ല, നേരെ അടുത്ത 5th മോഡ്യൂളിലേക്ക് ഇങ്ങ് പോവുകയാണ്. അധികം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം എടുപ്പിച്ച് പിന്നെ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ മുതൽ ഇനി എന്തെങ്കിലും ഇതേപോലെ ഈ കാൽക്കുലേഷൻ മിസ്റ്റേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും കേട്ടോ. ചിലപ്പോൾ 10⁻³ വിട്ടു പോകാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ. ഞാൻ പിന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റിലൊക്കെ പറഞ്ഞു പോകുന്നതുകൊണ്ട്, ചെയ്തു നോക്കാതെയൊക്കെ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ന്യൂമറിക്കൽ എറേഴ്സൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ ഇട്ടാൽ മതി എങ്ങനെ വന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് ഫോട്ടോ എടുത്ത് ഇട്ടേക്കാമല്ലോ. അപ്പോൾ അത് നോക്കിയാൽ മതി. ഓക്കെ, ശരി, ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു സാധനം.